നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. നമ്മൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, അതിപ്പം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ മാത്രമാണെന്നില്ല. ബിടെക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർ, ഈവൻ മെക്കാനിക്കലി മെക്കട്രോണിക്സ്, ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലും. ഇപ്പം ഞാൻ ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, പക്ഷേ ഞാനത് കൺട്രോൾ സിസ്റ്റംസും മെക്കട്രോണിക്സിൻ്റെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ട് കുറച്ച് ചില കോഴ്സസ്, എംബഡഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എംബഡഡ് പ്രോഗ്രാമിംഗ് എന്ന കോഴ്സസ് ഒക്കെ ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ സി പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഒരു എംബഡഡ് പ്രോഗ്രാമിംഗ്. പക്ഷേ ഇങ്ങനെ കോഴ്സ് എൻട്രി തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഐ മീൻ ഇപ്പോൾ ബോഷ് പോലുള്ള കമ്പനീസ്, അല്ലെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള വാച്ച് സ്മാർട്ട് വാച്ചാണ്. ഈ വാച്ച് എങ്ങനെയാണ് നമ്മളെ ഹാർട്ട് ബീറ്റ് റീഡ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം സ്പോർട്സ് മോഡിൽ ഇടുകയാണെങ്കിൽ അതിനകത്ത് ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത്, ട്രെഡ്മിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ ഡിഫറെൻറ്റ് മോഡിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെറിയ സാധനത്തിനകത്ത് ഇത്രയും ഡാറ്റ എങ്ങനെ എത്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒരു സംതിങ് ഈസ് എംബഡഡ് ഇൻ സംതിങ്. അതായത് ഒരു ചെറിയ സാധനത്തിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ATM കാർഡ്, വൈഫൈയുള്ള ATM കാർഡ് ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് ആവുന്നു. ഒരു കാർഡിൻ്റെ മുകളിൽ അതിനുള്ളിൽ എന്തോ സംഭവം ഉള്ളതുകൊണ്ടാണ് ആ സാധനം അവിടെ വർക്കാകുന്നത്. അല്ലാണ്ട് നമ്മളെ നോർമലി ഒരു ATM കാർഡ് കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ID കാർഡ് കൊണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് ആകുന്നില്ല. പക്ഷേ ആ ഒരു വൈഫൈ ആക്റ്റീവ് ആയിട്ടുള്ള ATM കാർഡ് കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ആവും. NFC, ഒരുപാട് സാധനങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ടെക്നോളജിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഈ എംബഡഡ് ആണ്. ഈ എംബഡഡ് സോഫ്റ്റ്വെയറിനകത്തേക്ക് പോകുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ ഈ കോർ സ്കില്ലുള്ള ആളുകൾക്ക് ഇൻ ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പോഴും ഈ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള സംഭവം. എംബഡഡ് പ്രോഗ്രാമിംഗെന്നോ എംബഡഡ് സോഫ്റ്റ്വെയറിനോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അപ്പം സംതിങ് ഈസ് എംബഡഡ്, അതാണ് ഈ എംബഡഡ് സംഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് കൂടെ നിങ്ങളുടെ സ്ട്രീം, ഈവൻ സിവിൽ എഞ്ചിനീയർ ഒഴികെ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഈ കൺട്രോൾ സിസ്റ്റം ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു കോഴ്സും കൂടിയാണിത്. കാരണം ഇത് നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ അത്യാവശ്യം ഇൻഡസ്ട്രിയിലെ നല്ല ടോപ്പ് എക്സ്പീരിയൻസ് ഉള്ള ശ്രീ സാറാണ്. സാറ് ഗ്രിഫിറ്റി യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിനകത്ത് PhD പോസ്റ്റ് ഡോക്ടറേറ്റ് കഴിഞ്ഞ ആളാണ്. ഇപ്പം കവേര ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുന്നുണ്ട്. ആ കമ്പനീൻ്റെ CTO, ചീഫ് ടെക്നോളജിക്കൽ ഓഫീസറാണ് ഈ ഒരു ശ്രീ സാറാണ് നമ്മുടെ മെയിൻ എഡ്യൂക്കേറ്റർ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഷിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരുന്ന നീരജ് സാറുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നിങ്ങളൊരു സെഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഈ കിറ്റ് നിങ്ങൾക്ക് കിട്ടി, ആ കിറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ വെച്ചിട്ട് ആ ചെയ്ത കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആണെന്ന് നോക്കുന്നുണ്ടോ. എങ്ങനെ ഈ ഒരു കോഴ്സ് ഓൺലൈനിൽ പഠിക്കാനുള്ള കാര്യമായിരിക്കും. ഒരുപാട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിറ്റും കാര്യങ്ങളൊന്നും കൈ കിട്ടില്ല. അവർ അവിടെ ചെയ്ത് വെക്കുന്ന സാധനങ്ങളുണ്ട്, അവിടെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ട് ഇതൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ടാവുക. കാരണം ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകളും പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു സെഷൻ ഉണ്ടാവുക. ഓരോ പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് ഒരു ഗിറ്റ് ഹബിനകത്തേക്ക് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത്. ആ രീതിയിലാണ് ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഔട്ട്പുട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പുറത്ത് വരുന്ന രീതിയിൽ, അതായത് ഒരു കമ്പനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു മാക്സിമം ഔട്ട്പുട്ട് പുറത്ത് വരുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. നമ്മൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവായിരിക്കും. ഒരു 20-25 സ്റ്റുഡൻസ് ആയിരിക്കും പെർ ബാച്ചിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എടുക്കുക. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല ഹൈ പേ സ്കെയിലിൽ കിട്ടുന്ന ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും കോഡിങ് പഠിച്ചു കഴിഞ്ഞ് ഡാറ്റാ സയൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ഒരു ഇൻഡസ്ട്രി നല്ല ഭയങ്കര കോമ്പറ്റീവിങ് ഇൻഡസ്ട്രിയാണ്. പക്ഷേ നേരെ മറിച്ച് കോർ ഫീൽഡിലേക്ക്, ഇപ്പോൾ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവരാണെങ്കിൽ കോർ ഫീൽഡാണത്. ഇലക്ട്രോണിക്സ് എംബഡഡ് എന്ന് പറഞ്ഞ സംഭവം എന്നൊക്കെ കോർ ഫീൽഡാണ്. ഇപ്പം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര ബെനിഫിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കൊരു സ്കോപ്പ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹൈ പേയിങ് സാലറിയിൽ ഒരു ജോലി നേടിയെടുക്കാനും പറ്റും. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കാം. ആ ഫോമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ അക്കാദമിക് കൗൺസിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ
പറയാം, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി അറിയണം, എനിക്ക് നമ്മുടെ ഫാക്കൽറ്റീസായ ശ്രീ സാറിനെ നീരജ് സാറിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിൽ ഒരു സെഷൻ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. എന്താണ് ഇതിൻ്റെ മാർക്കറ്റ്, എന്താണ് നമ്മൾ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ഡെമോ സെഷനകത്തൂടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയുക, നിങ്ങൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുന്നതിന് ശേഷം അക്കാദമിക് കൗൺസിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുക, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ടത്, നിങ്ങളാണ് ഈ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്കാണ് ജോലി കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഫോം ഫില്ല് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.